അപ്പോൾ പയ്യന്നൂർ അർച്ചന തിയേറ്ററാണ് ഇത്. അപ്പോൾ ഇവിടെ സിനിമ കാണാൻ വന്നതാണ് ഒരു ജാതി ഒരു ജാതകം. അപ്പോൾ പടം എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെ കിടുമായിരുന്നു. നല്ലോണം ചിരിക്കാനുണ്ടായിനി. അങ്ങനെ തുടക്കം തൊട്ട് അവസാനം വരെ എന്ന് പറയുമ്പം അവസാനം വരെ ചിരിക്കാനുണ്ടായിനി, വേറെ ഒന്നും പറയാനില്ല അതിൻ്റെ ഇടയിൽ. ചിരിക്കാൻ ആരും കൊണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് നല്ലതാണ്. അപ്പോൾ കൂടെ ചിരിക്കുക, അത് കുറച്ചും കൂടി വൈബായിരിക്കും. അപ്പം അങ്ങനെ ഫ്രണ്ട്സിനാരും കൂട്ടി പോവാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയ സമയത്ത് അവിടെ അഭിനയിച്ച ആക്ടേഴ്സിനെ നമ്മൾ കാണാനായിട്ട് ഉണ്ടായി. കല്യാണ പ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതിപത്രി. ഓക്കെ, അപ്പം ഇത് അമൽ താഹ അവരൊന്നിച്ചൊരു ഫോട്ടോ എടുത്തു. പിന്നെ കുഞ്ഞികൃഷ്ണേട്ടനോടിച്ചും ഒരു ഫോട്ടോ എടുത്ത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബാംബു ഹോട്ടലിലേക്ക് വിട്ട് ബാംബു ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ ആൾ കുറവാണ്, വലിയ ആളൊന്നും ഉണ്ടായിട്ടാ. അപ്പം നമുക്ക് എന്താണ് ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിച്ചേക്കാൻ വിചാരിച്ചിട്ട് സ്പെഷ്യൽ എന്താണെന്നില്ലെന്ന് നോക്കാൻ പോയി. കുറേ ഉണ്ട് മെനു. അപ്പോൾ ഞായറാഴ്ച മാത്രം എല്ലാ ദിവസവും ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം അങ്ങനെ കുറേ സാധനമുണ്ട്, നിങ്ങൾ തന്നെ വായിച്ചെടുത്തോ ഇതെല്ലാം. ഇത് കണ്ട് നമ്മൾ ഓർഡർ ചെയ്തു ബാംബു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി, ബാംബു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ, പിന്നെ 2 പൊറോട്ട, പിന്നെ അതിൻ്റെ ഒന്നിച്ച് ഇത് ബിരിയാണീൻ്റെ ഒന്നിച്ച് തന്നെയാണ് കേട്ടോ, സാലഡ് കാര്യങ്ങളെല്ലാം. ഇതെല്ലാം മുമ്പിൽ വെച്ച് ഒരു അംഗത്തിനുള്ള പുറപ്പാടിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ്. സ്പൂണെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാലോ. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയുമ്പം ഞാനിപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പൊറോട്ട കഴിക്കുന്നത്. ഇപ്പോൾ സ്പെഷ്യലായ കൊണ്ടാണെന്ന് അറിയില്ല, ഈ ചിക്കൻ കറിയിൽ ചിക്കൻ ഫ്രൈയിൽ മറ്റേ അണ്ടിപ്പരിപ്പെല്ലാം ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പം കുറച്ച് ടെൻഡറാണ്, കണ്ട ഊരി വരുന്നത്. പിന്നെ ഞാനത് പിടിക്കാൻ കുറച്ച് മടി ഇതാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടായിനി, അതുകൊണ്ടാണ് പിന്നെ കയ്യിൽ കറക്റ്റ് നിൽക്കാത്തത്. ബിരിയാണി സ്പെഷ്യലായതുകൊണ്ട് ഉള്ളിൽ 4 ചിക്കനും പുറത്ത് 3 ചിക്കനും ഉണ്ടായിരുന്നു. ഉള്ളിലെ ചിക്കനാണ് ഞാൻ ഈ പൊട്ടിച്ച് കാണിച്ചു തരുന്നത്, അതായത് കുറച്ച് വേവിച്ച ടൈപ്പ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് മുകളിലുണ്ടായത് വേറെ 3 എണ്ണം ഉണ്ട്. അത് കണ്ട കുറച്ച് പൊരിച്ച കണക്കത്തെ മോഡലാണ്. പക്ഷേ പൊരിച്ചത് എന്ന് പറയുമ്പം കുറച്ച് പുറം ഭാഗം അങ്ങനെ പൊരിച്ച കണക്കത്തെ ഒരു ടൈപ്പ്. അപ്പം ഇതെന്ന് പറയുമ്പോൾ ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അത് നിങ്ങൾ കഴിച്ചാലേ പറയാൻ പറ്റൂ. എനിക്കെന്തായാലും ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചിക്കൻ ഫ്രൈ, അതായത് സ്പെഷ്യൽ ബാബു ചിക്കൻ ഫ്രൈ, അത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇത് ബിരിയാണീൻ്റെ ഒന്നിച്ചില്ല മുട്ടയാണ് കേട്ടോ, പറയാൻ വിട്ടുപോയത്. ആ ബിരിയാണീൻ്റെ ഒന്നിച്ച് മുട്ടയും ഉണ്ടായിരുന്നു. അപ്പം ബിരിയാണിക്ക് അത്യാവശ്യം 230 രൂപ തന്നെ റേറ്റും വരുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുമ്പം ഞാൻ മറ്റേ ഇത് ബിരിയാണിത്തെ ചിക്കൻ, മറ്റേ ചിക്കൻ എന്ന് പറയുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വഴുവഴ കിടക്കുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് എനിക്ക് പൊതുവേ ഇഷ്ടപ്പെട്ടു. അത് ഒന്നും പറയാനില്ല, വേറെ തന്നെ ഒരു സാധനം. അപ്പോൾ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഒരു ചിക്കൻ വെച്ചിട്ട് ഇതിങ്ങനെ എടുക്കുന്നത് കണ്ടോ, അത് ഊരി വരുന്നത് മാത്രമല്ല അതേപോലെ തന്നെ അതിന് ടേസ്റ്റും ഉണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത്. അപ്പോൾ പൊറോട്ടയും ചിക്കനും ഓക്കെയാണ്. എനിക്ക് അതിൽ ഇഷ്ടപ്പെടാത്തത് ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് പയ്യന്നൂർ കേളോത്ത്, അതായത് റെയിൽവേ സ്റ്റേഷൻ റോഡ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.